ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു കസ്റ്റമറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് മാറ്റി മേടിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു കാറുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി പുതിയൊരു കാർ അപ്ഗ്രേഡ് ചെയ്ത് വേറെ കാർ മേടിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു NRI ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ കാർ മാറ്റി മേടിക്കേണ്ട അത്യാവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെയും വീട്ടുകാരുടെയൊക്കെ താല്പര്യം അനുസരിച്ച് കാറൊന്ന് മാറ്റി മേടിച്ചാലോ എന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ പ്രായം ഏകദേശം 35 വയസ്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബാക്കി ഇപ്പോൾ കാറൊക്കെ നിങ്ങളിപ്പോൾ ഏകദേശം നിങ്ങൾ നാട്ടിലില്ല, അപ്പോൾ ഫാമിലിയാണ് നാട്ടിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് കാർ മാറ്റി മേടിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് കാര്യമായ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര നാളും കൂടി വിദേശത്ത് നിൽക്കാനുള്ള താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒരു 5 വർഷം കൂടി വിദേശത്തുണ്ടാവും. അപ്പോൾ എൻ്റെ 24ാമത്തെ വയസ്സിൽ ആൾ വിദേശത്തോട്ട് പോയതാണ്. ഇപ്പോൾ 35 വയസ്സായി. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് 40 വയസ്സാകുമ്പോഴത്തേക്കും നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്യണമെന്നാണ് ആളുടെ ഉദ്ദേശം. അപ്പോൾ പക്ഷേ എന്തൊക്കെ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര നാൾ ജോലി ചെയ്തിട്ട് എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, വീടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു, അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കാർ മേടിക്കുക എന്നുള്ളൊരു അത്യാവശ്യമാണോ? അത് കാർ മേടിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം, അതെയോ നമുക്ക് ഒരു 5 വർഷം കൂടിയേ നമുക്ക് ജോലി ബാക്കിയുള്ളൂ, ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ജോലി കഴിഞ്ഞ് വന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ രീതിയിലോട്ട് പിന്നെ സംസാരം മുന്നോട്ട് പോയി. അദ്ദേഹം പറഞ്ഞ കാറും ആ ബ്രാൻഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ വീണ്ടും ലോൺ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു കാർ മേടിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ഒരു കണക്ക് നോക്കിയപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു 8.5% കാർ ലോൺ ഇൻട്രസ്റ്റ് വരുന്നെങ്കിൽ ഒരു മാസം കൊണ്ട് 14,300 രൂപയോളം EMI വരും അടുത്തൊരു 8 വർഷത്തേക്ക്. അപ്പോൾ 8 വർഷം എന്ന് പറഞ്ഞാൽ ഇയാളുടെ 35ാമത്തെ വയസ്സ് മുതൽ 43ാമത്തെ വയസ്സ് വരെ EMI അടയ്ക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആൾ പറയുന്നത്. അപ്പോൾ ഞാൻ ആൾക്കൊരു വേറൊരു ഐഡിയ പറഞ്ഞു കൊടുത്ത്, കാറ് മേടിക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഒരു കാറുണ്ട്, ഈ കാറ് മേടിക്കുന്നത് ഒരു കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ കാറിലോട്ട് വേണ്ടി നിങ്ങൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന EMI നിങ്ങൾ നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു ഇക്വിറ്റി ഫണ്ടിൽ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ ഒരു 12% റിട്ടേൺ കിട്ടിയാൽ പോലും, ഇപ്പോൾ നമുക്ക് പല ഫണ്ടുകളും നമുക്ക് അതിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടും. കഴിഞ്ഞ 8-10 വർഷത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പല ഫണ്ടുകളും പല മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 12% റിട്ടേൺസ് കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ പോലും ഈ പറയുന്ന കാറിൻ്റെ ലോണിന് വേണ്ടി 10 ലക്ഷം രൂപയുടെ കാർ ലോണിന് 14,300 രൂപ EMI അടയ്ക്കുന്നതിന് പകരം ഒരു 15,000 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്യുക. 8 വർഷം കാർ ലോൺ അടയ്ക്കുന്നതിന് പകരം ഒരു SIP സ്റ്റാർട്ട് ചെയ്യുക. 8 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആൾക്ക് ഏകദേശം ഒരു 43 വയസ്സോളാവും. പിന്നെ ഒരു 12 വർഷം നമ്മൾ ഡെഫർമെൻറ്റ് പീരീഡ് കൊടുക്കുക. 12 വർഷം ഡെഫർമെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 43 കഴിഞ്ഞ് 55ാമത്തെ വയസ്സ് വരെ. അതായത് ഈ കാറ് മേടിക്കുന്ന കാലഘട്ടം, കാറിൻ്റെ EMI അടയ്ക്കുന്ന കാലഘട്ടം, ആ EMI നമ്മൾ മറ്റൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റുക. ആ 8 വർഷത്തെ EMI അടയ്ക്കുന്ന പീരീഡ് ആണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അപ്പോൾ ആൾക്ക് 43 വയസ്സാവുന്നു. അതിനുശേഷം ഒരു 12 വർഷം നമ്മൾ വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട, അതിലോട്ട് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട. അത് അതിൻ്റെതായ ഒരു ഗ്രോത്ത് ഉണ്ടാവട്ടെ. അപ്പോൾ 43ാമത്തെ വയസ്സിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് നമുക്കൊരു 55ാമത്തെ വയസ്സ് വരെ നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ 55ാമത്തെ വയസ്സ്, അപ്പോൾ അതിന് ഡെഫർമെൻറ്റ് പീരീഡ് എന്ന് പറയും. മേ ബി ആദ്യത്തെ ഒരു 8 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 12 വർഷം നമ്മൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ആ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് കിട്ടുന്നു. അപ്പോൾ അതൊരു 12% എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കിയാൽ പോലും അത് ഏകദേശം ഒരു 91 ലക്ഷം രൂപയോളാവും ഇയാളുടെ 55ാമത്തെ വയസ്സിൽ. അല്ലെങ്കിൽ അതൊരു 15% റിട്ടേൺ ആണ് കിട്ടുന്നതെങ്കിൽ അത് 1,42 ലക്ഷം രൂപയാവും ഇയാളുടെ 55ാമത്തെ വയസ്സിൽ. ഈ പണം മതി ഇയാളുടെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ 55ാമത്തെ വയസ്സിന് ശേഷം ആൾക്ക് ജീവിക്കാൻ. റിട്ടയർമെൻറ്റിന് കോർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു കാറ് മേടിക്കുന്ന തുക തൽക്കാലത്തേക്കൊന്ന് വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ കാറ് വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ കാറ് മേടിക്കുന്നത് തുക തൽക്കാലത്തേക്ക് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറി 8 വർഷത്തേക്ക് നമ്മളൊന്ന് സഫർ ചെയ്താൽ മതി. ഈ 8 വർഷത്തെ സഫറിങ് അല്ലെങ്കിൽ 8 വർഷത്തെ നമ്മൾ മാറ്റി വയ്ക്കുന്ന തുക കൊണ്ട് നമുക്ക് ഈ പറയുന്ന 55ാമത്തെ വയസ്സ് മുതൽ നമുക്ക് പോസ്റ്റ് റിട്ടയർമെൻറ്റ് നമുക്ക് ഒരു കോർപ്പസ് ഉണ്ടായിട്ട് ഇതിനെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയും. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നു. 55ാമത്തെ വയസ്സിൽ നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി അന്നത്തെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് എത്ര രൂപയാണോ ഒരു മന്ത്ലി എക്സ്പെൻസിന് വേണ്ടി വരുന്നത് അത് നമുക്ക് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി ഇയാൾക്കൊരു അന്നത്തെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ആ പൈസ വിനിയോഗിക്കാൻ സാധിക്കും.